നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു രാജ്യം സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായി ആ ജനതയ്ക്ക് ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തിലും പൈതൃകത്തിലും വിശ്വാസമുണ്ടായിരിക്കണം. ആ രാജ്യത്തിന് തന്നെ ഒരു പറയാവുന്നൊരു സംസ്കാരവും പൈതൃകവും ഉണ്ടായിരിക്കണം. ഒരു രാജ്യം ഇന്ന് തുടങ്ങുകയാണെങ്കിൽ അതുതന്നെയാണ് പൈതൃകം. പക്ഷേ ആ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിന് അടിത്തറയ്ക്ക് ബലമുണ്ടായിരിക്കണം. അത്തരത്തിലൊരു പൈതൃകമോ അടിസ്ഥാനമോ ഇല്ലാത്ത രാജ്യങ്ങൾ എപ്പോഴും കുഴപ്പങ്ങളിൽപ്പെട്ടുഴലുകയും അല്ലെങ്കിൽ സ്വന്തം പൈതൃകം പൂർണ്ണമായി നശിപ്പിച്ച രാജ്യങ്ങളും എപ്പോഴും കുഴപ്പങ്ങളിൽ ചെന്നുപെടുകയും ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പാകിസ്ഥാനാകട്ടെ, അഫ്ഗാനിസ്ഥാനാകട്ടെ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. കാരണം സനാതനധർമ്മത്തിലൂന്നിയ ഒരു പൈതൃകമായിരുന്നു എല്ലാ കാലത്തും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സ്വാതന്ത്ര്യത്തിന് മുൻപ് നിലനിന്നിരുന്നത്. പക്ഷേ വിഭജനത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ, വിഭജനത്തിനും ഏറെക്കാലം മുൻപ് തന്നെ ആ പൈതൃകങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. അധിനിവേശ മതങ്ങൾ അവിടെ സ്വാധീനമുറപ്പിച്ചു. അതിൻ്റെ ഫലമായി വലിയ കുഴപ്പങ്ങളാണ് ആ രാജ്യങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ കുഴപ്പങ്ങളില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഭാരതം പോലൊരു രാജ്യത്ത് ഇപ്പോഴും ഈ കുഴപ്പങ്ങളൊന്നും ഒരു പരിധിക്ക് മുകളിലേക്ക് വളരുവാൻ അനുവദിക്കാതെ ജനത ഭാരതത്തെ കാത്തു സൂക്ഷിക്കുന്നത് അവരുടെ സംസ്കാരത്തിലും പൈതൃകത്തിലുമുള്ള വിശ്വാസത്തിൽ കൊണ്ട് തന്നെയാണ്. ആ വിശ്വാസമെന്ന് പറയുന്നത് എപ്പോഴും സനാതനധർമ്മത്തിലൂന്നിയതാണ്, ഹിന്ദു മതത്തിലൂന്നിയതാണ്. മതപരിവർത്തനം ഈ അധിനിവേശ മതങ്ങളിലേക്ക് പലരും നടത്തി പോയിട്ടുണ്ടെങ്കിൽ പോലും അവരിലൊക്കെ നല്ലൊരു ശതമാനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു സാംസ്കാരിക പൈതൃകം നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഭാരതത്തിൻ്റെ സ്ഥിരത. ലോകത്തിൻ്റെ മുൻപിൽ ഭാരതം ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒരു ഭരണസ്ഥിരത, ഒരു സമൂഹം എന്നുള്ള രീതിയിലെ സ്ഥിരത, ഒരു ദൃഢത. ഇത്രയും ഒരു ആമുഖമായി പറഞ്ഞത് നമ്മുടെ അയൽവാസിയായ നേപ്പാളിനെ കുറിച്ച് പറയുവാനാണ്. നേപ്പാൾ ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിരുന്നു. സനാതനധർമ്മത്തിൻ്റെ ഉദ്ഭവം അല്ലെങ്കിൽ സനാതനധർമ്മം സൃഷ്ടിച്ചൊരു രാജ്യമാണ് ഭാരതമെങ്കിൽ പോലും ലോകത്ത് ഇന്നത്തെ വ്യവസ്ഥകൾക്കനുസരിച്ച് ഔദ്യോഗികമായി സ്വയം ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് വിളിച്ചിരുന്ന ഒരേ ഒരു രാജ്യം നേപ്പാളായിരുന്നു 2006 വരെ. 2006 മതേതരത്വത്തിൻ്റെ ക്രമീകരണങ്ങൾ അവിടെ നുഴഞ്ഞു കയറി ലോക് തന്ത്ര ആന്തോളൻ എന്നുള്ള പേരിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും രാജഭരണത്തിലായിരുന്നു നേപ്പാൾ. രാജഭരണത്തെ അട്ടിമറിക്കുകയും ജനാധിപത്യം കൊണ്ടുവരുന്നു എന്നുള്ള പേരിൽ മതേതരത്വത്തെ തിരികെ കയറ്റി നേപ്പാളിൻ്റെ ഹിന്ദുരാഷ്ട്ര പദവി ഉപേക്ഷിക്കുകയും ചെയ്തതോടുകൂടി നേപ്പാളിൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് തന്നെ പറയാം. അതുവരെ ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു രാഷ്ട്രമായിരുന്നു നേപ്പാൾ. എന്നാൽ 2006 മുതൽ, കൃത്യമായി പറഞ്ഞാൽ 2006 ഈ രാജഭരണത്തെ അട്ടിമറിച്ച് ഒരു സ്ഥിരതയുള്ള ഭരണമെന്ന് തോന്നിക്കുന്ന ഒരു ഭരണമുണ്ടാക്കുവാനെടുത്ത 2 വർഷങ്ങൾ, അതായത് 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോകം നേപ്പാളിനെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്ഥിരത വരുമായിരിക്കും. പക്ഷേ 2008 മുതൽ നിരന്തരമായിട്ടുള്ള കുഴപ്പങ്ങൾ നേപ്പാളിനെ അലട്ടിയിട്ടുണ്ട്. അതിനു മുൻപ് നേപ്പാളിൽ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നല്ല, പക്ഷേ നേപ്പാളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാന കാരണം ഒരു പ്രത്യേക മതവിഭാഗമായിരുന്നു, ജിഹാദികളായിരുന്നു. അതിൻ്റെ പ്രധാന ഉദ്ഭവ സ്രോതസ് ഭാരതത്തിൽ നിന്ന് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഗുണ്ടാ തലവന്മാരും അധോലോക കുറ്റവാളികളുമായിരുന്നു. പ്രധാനമായി ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘമായിരുന്നു. അവരുടെ ഈ ഹവാല പണമിടപാടുകാരും മറ്റ് ഈ ഹിറ്റ്മാൻമാരെന്നൊക്കെ പറയുമല്ലോ, കൊലപാതകികൾ, അധോലോകത്തിന് വേണ്ടി കൊലപാതകങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ, അവരെല്ലാം ഒളിവിൽ താമസിക്കുവാൻ തിരഞ്ഞെടുത്തിരുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലൊന്ന് നേപ്പാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പിന്നാലെ അവിടെ ISI എത്തുകയും അവരിലൂടെ ചൈനക്കാരുടെ ചില്ലറ സ്വാധീനങ്ങൾ ആ മേഖലകളിൽ ഉണ്ടാവുകയും അത് വളർന്നു വരികയും 2008 ഈ രാജഭരണത്തെ അട്ടിമറിച്ചിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ, സെക്യുലർ ഭരണ സംവിധാനങ്ങൾ സ്ഥിരമാകുവാൻ പോവുകയാണെന്നുള്ളൊരു തോന്നലുണ്ടായതോടുകൂടി ഈ വ്യക്തികളെന്ന് പറയുന്നത് സംവിധാനങ്ങളെല്ലാം, വ്യക്തികളല്ല സംവിധാനങ്ങളെല്ലാം ശക്തി പ്രാപിക്കുകയും നേപ്പാളിൻ്റെ പൈതൃകത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അപകടകരമാം വിധം ഇവരുടെ എല്ലാം സ്വാധീനവും ശക്തിയും വളർച്ച പ്രാപിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ അവിടെ സംഘർഷങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു വശത്തുള്ള സമാധാന മതക്കാർ തീർച്ചയായിട്ടും അവർ തന്നെയാണ് അവരുടെ ഭൂമിക കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരുന്നത്. തുടക്കവും പലപ്പോഴും അവർ തന്നെയാണ് പതിവ് പോലെ ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊരു സാന്ദർഭികമായൊരു കാര്യം പറയട്ടെ. മ്യാൻമറിൽ റോഹിംഗ്യകളുമായി പ്രശ്നം, ഇസ്രായേലിൽ ജൂതന്മാരുമായി പ്രശ്നം, അറബി നാട്ടിൽ ചെന്നാൽ ഷിയ സുന്നി പ്രശ്നം, യൂറോപ്പിൽ ചെന്നാൽ യൂറോപ്യന്മാരുമായിട്ട് പ്രശ്നം,
മറ്റേതെങ്കിലും രാജ്യത്ത് ചെന്നാൽ അവിടെയുള്ള രാജ്യക്കാരുമായിട്ട് പ്രശ്നം, ഏതെങ്കിലും രാജ്യത്ത് പട്ടിണി കിടന്ന് നട്ടലൊട്ടിപ്പിടിച്ച് അഭയാർത്ഥികളായി ചെന്ന് കയറിയാൽ അവിടെ ആ രാജ്യക്കാരുമായിട്ട്, തദ്ദേശവാസികൾ പ്രാദേശികവാസികളുമായിട്ട് പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം, ഞങ്ങളുടെ മതം മാത്രമാണ് പ്രശ്നം എന്ന് ഉദ്ഘോഷിച്ച് പ്രശ്നങ്ങളുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് 90% വാർത്തകളിലും അല്ലെങ്കിൽ സംഭവങ്ങളിലും ഒരു പ്രത്യേക സമാധാന മതക്കാരായിരിക്കും, ജിഹാദികളായിരിക്കും. ആ ജിഹാദികൾ തന്നെയാണ് നേപ്പാളിലെ പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പോൾ ഹിന്ദുക്കളുടെ തീർത്ഥയാത്രകളെ ഭാരതത്തിൽ പല പ്രദേശങ്ങളിലും ആക്രമിക്കുന്നത് പോലെ തന്നെ അവർ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം അവരുടെ അംഗസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. നേപ്പാളിലെ പല പ്രദേശങ്ങളിലെയും, പ്രത്യേകിച്ച് നേപ്പാളിൻ്റെ തെക്കൻ ഭാഗത്തുള്ള സാൻസുരി പോലുള്ള ജില്ലകളിൽ ഇവരുടെ സ്വാധീനവും സാന്നിധ്യവും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അംഗസംഖ്യ വളരെ വലുതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭൂരിപക്ഷം ഹിന്ദുക്കൾ തന്നെയാണെങ്കിലും ആ പ്രത്യേക പ്രദേശങ്ങളിൽ ഇവരുടേതായിട്ടുള്ള പോക്കറ്റുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഇവരുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഏറ്റവും കൂടുതൽ ചെലുത്താവുന്ന രീതിയിൽ അംഗസംഖ്യയുള്ള പ്രദേശങ്ങൾ വളർന്നു വന്നിരിക്കുന്നു. ആ പ്രദേശങ്ങളിലൂടെ പരമ്പരാഗതമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ തീർത്ഥയാത്രകൾക്കും ആഘോഷങ്ങൾക്കും നേരെ കല്ലേറുകളും പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായി വരുന്നു. ഈ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ച വാർത്ത പ്രേക്ഷകർ ഓർത്തിട്ടുണ്ടാവും. ഒരു വലിയ സംഘർഷമുണ്ടായി ബംബോലെ യാത്രയ്ക്ക് നേരെ. ആ യാത്രയ്ക്ക് നേരെ ഉണ്ടായ ഇസ്ലാമിക ജിഹാദികളുടെ ആക്രമണത്തെ തുടർന്ന് ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയും തുടർന്ന് പോലീസ്, പറഞ്ഞല്ലോ ഈ മതേതരത്വത്തിൻ്റെ കീടം പിടികൂടിയ ഭരണകൂടമാണ് ഇപ്പോൾ നേപ്പാളിലുള്ളത്. ആ പോലീസ് ഹിന്ദുക്കൾക്കെതിരെ നടപടികൾ കൈക്കൊള്ളുകയും 3 ഹിന്ദുക്കൾ അവിടെ വീരമൃത്യു വരിക്കുകയും ചെയ്തു. വീരമൃത്യു മരിച്ചു എന്ന് ഞാനല്ല പറയുന്നത്, നേപ്പാളിലെ ഹിന്ദു സമൂഹം തന്നെയാണ് മരണപ്പെട്ടവരെ വീരയോദ്ധാക്കളായി ബലിദാനികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേ തുടർന്ന് ഹിന്ദുക്കൾ സർവ്വശക്തിയുമെടുത്ത് തെരുവിലിറങ്ങി. ഇപ്പോൾ ആ രാജ്യമൊട്ടാകെ ഉയരുന്ന ആവശ്യം ജിഹാദികളെ പൂർണ്ണമായും പുറത്താക്കി നേപ്പാൾ തിരികെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. വിവിധ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളെന്നൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിൽ നേപ്പാളിലെ വിവിധ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ആരോപണത്തിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ തന്നെ പറയാം. അപ്പോൾ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി RPP അവിടെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയാണ്. പക്ഷേ അവരെ നമ്മുടെ BJP പോലെയാണ് ലോകമാധ്യമങ്ങൾ കാണുന്നത്. BJP രാജ്യത്തിന് എന്ത് നന്മ ചെയ്യുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ RPP എന്ത് നന്മയാണ് നേപ്പാളിന് ചെയ്യാൻ പോകുന്നതെന്ന് നേപ്പാളിലെ ജനങ്ങൾക്കും അറിയാം. ഭാരതീയർക്ക് എങ്ങനെ BJP അറിയാമോ അതുപോലെ നേപ്പാളിലെ ജനങ്ങൾ RPPയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ RPPയെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജിഹാദികളെ എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്ന ഇടത് ആവാസ വ്യവസ്ഥയും ഭയക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഘർഷങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് നിരവധി ജിഹാദികൾ നേപ്പാൾ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുവാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ RPP വളരെ ശക്തമായിട്ടുള്ള ആവശ്യം ഭരണകൂടത്തിൻ്റെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. നേപ്പാളിനെ തിരികെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക, ജിഹാദികളെ പൂർണ്ണമായും നേപ്പാളിൽ നിന്ന് പുറത്താക്കുക. RPPയോടൊപ്പം ജനങ്ങളുണ്ട്. ജനങ്ങളുടെ പിന്തുണ RPPക്ക് ഏറുകയാണ് ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും. ഒപ്പം സാമുദായിക സംഘടനകൾ പലതും RPPയോടൊപ്പം ചേർന്ന് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനം നേപ്പാളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് RPPയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘവുമായി നേപ്പാൾ സർക്കാർ, ബിരേൻ സിംഗിൻ്റെ സർക്കാർ ചർച്ച നടത്തുകയും തത്വത്തിൽ നേപ്പാളിനെ തിരികെ ഹിന്ദു രാഷ്ട്രമാക്കുന്ന കാര്യം അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ ബിരേൻ സിംഗിൻ്റെയും ഇത്തരത്തിലുള്ള ഇടത് ആവാസ വ്യവസ്ഥയുടെയും കാര്യമായതുകൊണ്ട് മാത്രം ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം അവരിൽ നിന്നുണ്ടാകുന്നത് വരെ ഇത് വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സ്വീകാര്യത അല്ല, അല്ലെങ്കിൽ ഒരു വിശ്വാസയോഗ്യമായ വാക്കല്ല എന്നാണ് RPP ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. സെക്യുലറിസത്തെ പോലും ഒരു പരിധിവരെ അംഗീകരിച്ച നേപ്പാളികളെ കൊണ്ടുപോലും തിരികെ ഞങ്ങൾക്ക് ഹിന്ദു രാഷ്ട്രമാകണമെന്ന് പറയിക്കുന്നതിൽ ജിഹാദികൾ വിജയിച്ചിരിക്കുന്നു. ആ ജിഹാദികളെ കൂടടക്കം എടുത്ത് നേപ്പാളിൽ നിന്ന് പുറത്ത് കളയണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് നേപ്പാളിലെ തദ്ദേശവാസികൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. വലിയ സംഘർഷങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലയിടങ്ങളിലും കണ്ടു കാണും. നേപ്പാളിലെ പല പള്ളികളും ഇടിച്ചു കളയുകയും തീ വയ്ക്കുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങളെടുത്ത് ശോകമൂകമെന്ന് പറയാൻ പറ്റില്ല, അതിലൊരു വസ്തുതാ വിരുദ്ധതയുണ്ട്. മൂകമല്ല, ശോകമയമായിട്ടുള്ള പശ്ചാത്തല സംഗീതം ചേർത്ത് അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രാദേശിക ജിഹാദികളെ. കാരണം അള്ളാഹ് കാത്തോളനെ, അള്ളാഹ് കാത്തോ നബി പുള്ള എന്നും മറ്റുമെന്നുള്ള പാട്ടൊക്കെ ഇട്ട്
ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ. സത്യമാണ്, അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു പരിധി വിട്ട സഹനശേഷിയുടെ എല്ലാ പരിധികളും കഴിഞ്ഞു പോയ ഒരു ജനതയുടെ പ്രതികരണം മാത്രമാണ്. അടിസ്ഥാനപരമായി എല്ലാ തവണയും കഴിഞ്ഞ ഒരു 18 വർഷങ്ങളായി ഓരോ ഹൈന്ദവ ഉത്സവങ്ങൾക്ക് നേരെയും ചെറിയ ചെറിയ ആക്രമണങ്ങൾ തുടങ്ങി പതിയെ പതിയെ അതിൻ്റെ ആക്രമണങ്ങളുടെ തോതും അളവും തീക്ഷ്ണതയും വർദ്ധിപ്പിച്ച് ജിഹാദികൾ കുറേ കാലമായി അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നു. ആ ക്ഷമയുടെ പരിധികളെല്ലാം ഇപ്പോൾ ഹൈന്ദവ സമൂഹം നേപ്പാളിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ പ്രതികരണം ജിഹാദികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാടും വീടും വിട്ട് ഓടേണ്ട ഒരു ഗതികേടിലാണ് അവർ തന്നെ. ഇവരിലൊക്കെ പലരും നേപ്പാളികളല്ല എന്നുള്ളതാണ് കൗതുകകരമായൊരു വസ്തുത. ഭാരതത്തിൽ നിന്ന് വന്നവരുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് വന്നവരുണ്ട്, ഇതിൻ്റെ ഇടയിൽ ചൈനക്കാരുണ്ട്. ചൈനയുടെ ഒരു സ്വാധീനം ഓലി സർക്കാരിൻ്റെ കാലത്ത് നേപ്പാളിൽ വളരെ വലുതായിരുന്നു. ആ സ്വാധീനം ആണ് ജൻസി പ്രക്ഷോഭത്തിലൂടെ ഇല്ലാതാക്കി ബിരേൻ സിംഗിനെ പോലുള്ള റാപ്പർമാരെ. ബിരേൻ സിംഗ് നമ്മുടെ വേടനെ പോലൊരു ചെറിയ റാപ്പറാണ് കേട്ടോ, റൈപ്പറല്ല, റാപ്പറാണ്. ബിരേൻ സിംഗിനെ അധികാരത്തിൽ കൊണ്ടെത്തിക്കാനായിട്ട് ജൻസി പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലൊന്നായിട്ട് നേപ്പാളിനെ ഉയർത്തി കാണിക്കുന്നവർ ഉണ്ട്. എന്തായാലും ബിരേൻ സിംഗിൻ്റെ സർക്കാർ ഇപ്പോൾ തുടക്കത്തിൽ ജിഹാദികളുടെ ഒപ്പം നിന്നെങ്കിലും ഇപ്പോൾ കളം മാറ്റി ചവിട്ടുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഭാരതത്തിൽ നേപ്പാൾ മോഡൽ ഭാരതത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞവർ ഇപ്പോൾ മൗനത്തിലാണ്. കാരണം ഇപ്പോൾ നേപ്പാൾ മോഡൽ ഹിന്ദുരാഷ്ട്രം തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ മോഡലാണ് ജൻസി ഇവിടെ നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ജൻസിയുടെ മുഖംമൂടി അണിഞ്ഞ പാറ്റകൾ ഇവിടെ നടപ്പാക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ അവരെ സ്വാഗതം ചെയ്യണം. ഇപ്പോൾ പലരും കമൻറ്റുമായിട്ട് വരും. RSSൻ്റെ സർസംഘചാലക് ശ്രീ മോഹൻജി ഭാഗവത് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ജൻസിയും ജൻ ആൽഫയും സത്യസന്ധരാണ്, അവർ കലാപകാരികളോ രാജ്യദ്രോഹികളോ അല്ല എന്നുള്ളത്. സത്യമാണ്, ജൻസിയും ജൻ ആൽഫയും കലാപകാരികളോ രാജ്യദ്രോഹികളോ അല്ല. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച ജൻസി കലാപകാരികളല്ല, രാജ്യദ്രോഹികളുമല്ല. അദ്ദേഹം പാറ്റകളുടെ കാര്യമല്ല പറഞ്ഞത്, ജൻസിയുടെ കാര്യമാണ് പറഞ്ഞത്. പാറ്റകൾ ജൻസി അല്ല, പാറ്റകൾ രാജ്യവിരുദ്ധരും രാജ്യദ്രോഹികളും തന്നെയാണ്, ഒരു സംശയവും വേണ്ടതിന്. അങ്ങനെ പാറ്റകളെ അനുകൂലിച്ച് പാറ്റകളുടെ പേര് പറഞ്ഞ് CJP എന്നുള്ള പേര് പറഞ്ഞ് മോഹൻ ഭാഗവത് പ്രസ്താവന വല്ലതും ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വരും. ആ വിഷയത്തിൽ നമുക്ക് വിശദമായി ചർച്ചയാകാം. ഒരു സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നേപ്പാളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ സ്വന്തം പൈതൃകത്തിലേക്ക്, സ്വന്തം രാജ്യത്തിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പൈതൃകത്തിലേക്ക്, അവരുടെ ഒരു അസ്തിത്വത്തിലേക്ക് തിരികെ പോകുവാൻ നേപ്പാൾ ജനത ഒരുങ്ങുന്നു എന്നുള്ള ശുഭസൂചകമായിട്ടുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ നേപ്പാളിൽ നിന്ന് ലഭിക്കുന്നത്. ഒപ്പം അവിടെ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഹിന്ദു ജനത ഒന്നടങ്കം തെരുവിലാണ്, പ്രത്യേകിച്ച് നേപ്പാളിൻ്റെ തെക്കൻ ജില്ലകളിൽ. ഈ തെക്കൻ ജില്ലകളിൽ പലതും ഭാരതത്തിൻ്റെ അതിർത്തിയോട് അടുത്ത് കിടക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അഭയാർത്ഥി പ്രവാഹം ഇങ്ങോട്ടേക്കുണ്ടാകുവാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ജിഹാദികൾ കൂടും കൊടുക്കുകയും എടുത്ത് അവിടുന്ന് ജീവനം കൊണ്ട് ഓടുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട നിലയ്ക്ക് ജിഹാദികൾ ഭാരതത്തിലേക്ക് തള്ളിക്കയറ്റി ഇനി ഇവിടെ ഞങ്ങൾക്ക് അധികാരം തരണം. കാരണം കുറച്ചു കാലം മുമ്പ് ഈ CAA ഒക്കെ നടപ്പാക്കുന്ന സമയത്ത് റോഹിംഗ്യൻ ജിഹാദികൾ കശ്മീരിൽ ഭാരത സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോകൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങളെ മര്യാദയ്ക്ക് ഇവിടെ അധികാരവും ആവാസ വ്യവസ്ഥയും തന്ന് സ്വീകരിച്ച് ആനയിച്ച് കുടിയിരുത്തിയില്ലെങ്കിൽ ഭാരത സർക്കാരിൽ ഇവിടെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു, ഇവിടെയുള്ള ഹിന്ദുക്കളെയെല്ലാം ഞങ്ങൾ കൊല്ലുമെന്നുള്ള അത്തരത്തിലുള്ള ജിഹാദികളാണ് ഇവിടെ വരുന്നത്. അടിസ്ഥാനപരമായിട്ട് ഈ കഴിഞ്ഞ മാസങ്ങൾ, ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ സിറ്റിസൺ വിജിലാൻറ്റ് എന്ന ചിത്രത്തിൽ പറയുന്നത് പോലെ ഈ അഭയാർത്ഥി പ്രവാഹങ്ങളിൽ സമാധാനപരമായി കഴിയുന്ന രാജ്യങ്ങളിലേക്ക് എത്തിയതൊന്നും ഏത് രാജ്യത്ത് നിന്നാണോ ഈ അഭയാർത്ഥി പ്രവാഹമുണ്ടായത് ആ രാജ്യത്തെ സമൂഹത്തിലെ നല്ല വ്യക്തികളല്ല, ഏറ്റവും ദുഷിച്ച വ്യക്തിത്വങ്ങളാണ് ഈ അഭയാർത്ഥികളായി എത്തിയത് എന്ന ഒരു ഡയലോഗുണ്ട് ആ സിനിമയിൽ. ആ ഡയലോഗ് അന്വർത്ഥമാകുന്ന വിധത്തിലാണ് ലോകം മുഴുവൻ ഇന്ന് ഈ അഭയാർത്ഥികളെന്ന് പറഞ്ഞ് ചെന്ന് കയറുന്ന ജിഹാദികൾ പെരുമാറുന്നത്. അവരുടെ ഒരു മതം മാത്രമാണ് പ്രശ്നമെന്നുള്ള നട്ടലൊട്ടിപ്പിടിക്കുന്നത് ഒന്ന് വിടുവിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കിട്ടി അത്യാവശ്യം മാന്യമായി അഭിമാനത്തോടു കൂടി ജീവിക്കുവാനുള്ളൊരു സംവിധാനം ആ രാജ്യത്തെ സർക്കാർ ദയാപൂർവം ആ രാജ്യത്തെ യഥാർത്ഥ ജനങ്ങളുടെ, യഥാർത്ഥ പൗരന്മാരുടെ നികുതി പണം ചിലവഴിച്ച് ഒരുക്കി കൊടുത്താൽ പിന്നീട് ഉടനെയുള്ള ആവശ്യം ശരിയായ നിയമം കൊണ്ടുവരണമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഈ ജിഹാദികളെ
ഭാരതത്തിലേക്ക് കയറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഭാരത സർക്കാരിൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്, സുപ്രീം കോടതിയുടെയും അഭിപ്രായം അത് തന്നെയാണ്. മറ്റ് പല ജിഹാദി പ്രേമികൾക്കും ഇടത് ആവാസ വ്യവസ്ഥയിൽ പെട്ടുകിടക്കുന്ന നന്ദിതാമേനോനോ വന്ദിതാമേനോനോ അരുന്ധതി റോയോ പോലുള്ളവർക്കോ ഒക്കെ ഈ ജിഹാദികളെ ഇലയിട്ട് സ്വീകരിച്ച് അല്ലെങ്കിൽ വെറ്റിലയും പാക്കും വെച്ച് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി നമ്മുടെ സംസ്കാരത്തെ കുടിയില്ലാതാക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ കാണാം. പക്ഷേ അതിന് ഉള്ള സാധ്യതകൾ അടുത്ത കാലത്തൊന്നും തെളിഞ്ഞു വരുമെന്ന് തോന്നുന്നില്ല. തിരികെ നേപ്പാളിലേക്ക് എത്തിയാൽ നേപ്പാൾ ഹിന്ദു രാജ്യമായി തിരികെ അല്ലെങ്കിൽ അതിൻ്റെ ഹിന്ദു സത്വത്തിലേക്ക് സനാതന സത്വത്തിലേക്ക് മടങ്ങുന്നത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനു മുൻപ് ഒരു പക്ഷേ വലിയ സംഘർഷങ്ങൾ നാം കാണേണ്ടി വന്നേക്കും. കാരണം അത്ര എളുപ്പത്തിൽ ഈ ഒരു എടുത്തു മാറ്റിയ ആ ഒരു ഹിന്ദുത്വ രാഷ്ട്രമെന്നുള്ള പദവി തിരികെ കൊണ്ടുവരാൻ ഈ ജിഹാദികളും അവരെ പിന്തുണയ്ക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ തൽപരകക്ഷികളും ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ തൽപരകക്ഷികൾ നേപ്പാളിലൊക്കെ ചൈനയെ പോലുള്ള പാകിസ്ഥാനെ പോലുള്ള പല തൽപരകക്ഷികളുമുണ്ട്. അതിനും അപ്പുറത്തേക്ക് അമേരിക്കയെ പോലുള്ളവർക്കും സ്ഥാപിത താല്പര്യങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ. അവരനുവദിക്കില്ല. ഒപ്പം ജിഹാദികൾ ഒട്ടും അനുവദിക്കില്ല. വലിയ എതിർപ്പുകളുണ്ടാകും. പക്ഷേ ആ എതിർപ്പുകളെല്ലാം മറികടക്കാം എന്നുള്ള ഒരാത്മവിശ്വാസത്തിലാണ് നേപ്പാൾ ജനത ഇപ്പോൾ തെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജിഹാദികളെ വേരറുത്ത് രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യണമെന്നുള്ള പ്രഖ്യാപനത്തോടെ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് പങ്കുവയ്ക്കുക കമൻറ്റുകളിലൂടെ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.